complete the following ANOVA and draw your inference. ഇവിടെ തന്നിരിക്കുന്നത് degrees of freedom of the treatment തന്നിട്ടുണ്ട്, ടോട്ടലിൻ്റെ തന്നിട്ടുണ്ട്, sum of squares due to errors, mean sum of squares due to treatments തന്നിട്ടുണ്ട്, and table value 0.01 significance ലെവലിലെ ടേബിൾ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ശരിക്കും എടുത്തിട്ട് എഴുതാം. അതായത് തന്നിരിക്കുന്നത് k-1 ആണ് തന്നിരിക്കുന്നത്. k-1 is equal to 5 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് n-1 is equal to 24 അത് തന്നതാണ്. പിന്നെ തന്നിരിക്കുന്നത് SSE ആണ്, ദറ്റ് ഈസ് 76 തന്നിരിക്കുന്നു. MST ആണ് തന്നിരിക്കുന്നത് 12 ആൻഡ് ടേബിൾ വാല്യൂ is 4.17. ഇത്ര കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടേബിൾ വാല്യൂ കണ്ടിരിക്കുന്നത് 5,n-k ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അതിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ദി ഇറർ കണ്ടുപിടിക്കാം, n-k കണ്ടുപിടിക്കാം. അപ്പോൾ 24 - 5 ആണ് അത് വരുന്നത്. അതായത് രണ്ടും കൂട്ടിയാലാണ് ടോട്ടൽ വരുന്നതല്ലോ. അപ്പോൾ ദിസ് ഇസ് 24 - 5 വിച്ച് ഇസ് ഈക്വൽ ടു 19 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ അത് എഴുതി. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് MST തന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി വാട്ട് ഈസ് MST? MST ഈസ് ഈക്വൽ ടു SST ഡിവൈഡഡ് ബൈ k-1 ആണ്. അപ്പോൾ MST 12 തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് ഈക്വൽ ടു SST ഡിവൈഡഡ് ബൈ k-1 ഇസ് 5. അപ്പോൾ നമുക്ക് എഴുതാം SST ഇസ് ഈക്വൽ ടു 12 into 5 which is equal to 60. SSTയും കിട്ടി, that is equal to 60 എന്ന് കിട്ടി. Therefore total sum of square is equal to ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് which is 136. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് MSE ആണ്. What is MSE? SSE divided by n-k. അപ്പം MSE is equal to SSE divided by n-k which is equal to 76 divided by 19 which is equal to 4. ഇവിടെ 4 എന്നും കിട്ടി. Then last calculation Fൻ്റെ വാല്യൂ ആണ്. F is equal to MST divided by MSE, അതായത് 12 by 4 which is equal to 3. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം. ഇവിടെ F is less than F alpha അല്ലേ? F is less than F alpha നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കും. k-1, n-k 5,19 നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ F is less than F alpha ആയതുകൊണ്ട് നമ്മൾ ഡിസിഷൻ ഇസ് ആക്സെപ്റ്റ് H0. അതായത് പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ എന്നുള്ള H0നെ ആയിരിക്കും ഇവിടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫാർമർ വാണ്ടഡ് ടു സ്റ്റഡി ദ എഫക്റ്റ് ഓഫ് 3 fertilizers on the yield of a crop. He divides the entire field into 15 plots and used each fertilizer at random to 5 plots. Part of his calculation are as follows. Complete the ANOVA. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇവിടെയും ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ANOVA ടേബിളാണ് തന്നിരിക്കുന്നത്. അതിൽ ട്രീറ്റ്മെൻറ്റിന് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് ഉണ്ട്, ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ഉണ്ട്, ആൻഡ് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ആൻഡ് ടേബിൾ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ ഒന്ന് എടുത്തിട്ട് എഴുതാം. അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം k-1 തന്നിരിക്കുന്നു വിച്ച് ഈസ് ഈക്വൽ ടു 2 ആൻഡ് n-1 ടോട്ടൽ n-1 ഈസ് ഗിവൺ ആസ് 14. പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് ഇസ് ഗിവൺ ആസ് 140 ആൻഡ് ടോട്ടൽ സം ഓഫ് സ്ക്വയർ ഇസ് ഗിവൺ ആസ് 330. പിന്നെ MST is given as 95 and table value is given as 3.88. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം n-k കണ്ടുപിടിക്കാം. n-k is equal to 14 - 2 which is equal to 12. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ അടുത്തതായിട്ട് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സും സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സും ഉണ്ട്. Therefore സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് is 330. ടോട്ടൽ സം ഓഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 140. അപ്പം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഈസ് 190. അത് കിട്ടിയിരിക്കുന്നു. ദെൻ വി ഹാവ്
MSE ആണ് കണ്ടുപിടിക്കേണ്ടത്. MSE കണ്ടുപിടിക്കണമെങ്കിൽ it is SSE divided by n minus k. That is 140 divided by 12 ആണ് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 11.67 ആണ്. അപ്പോൾ ആ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. Then we have F. F is MST divided by MSE, which is equal to 95 divided by 11.67 ആണ്, which is equal to 8.14. But table value is calculated value is 8.14 and table value is 3.88. ഇവിടെ F is greater than F alpha. അല്ലേ? Calculated value is greater than table value. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? We have to reject H0. Population means are not equal എന്ന് പറയുന്ന കൺക്ലൂഷൻസിലേക്കാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്.